ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഹംനാസ് വേൾഡ്. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ഈദ് വ്ളോഗുമായിട്ടാണ്. ഈദ് വ്ളോഗ് ഇടാൻ കുറച്ചൊന്ന് ലേറ്റായിപ്പോയി. ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ഈ ഭാഗത്തൊക്കെ ഈദിൻ്റെ തലേ ദിവസം തന്നെ ഒരുവിധ ഫുഡൊക്കെ റെഡിയാക്കിയെടുക്കും. മെയിനായിട്ട് ബീഫ് വരട്ടിയതും പുളിങ്കറി അച്ചാറൊക്കെയാണ് റെഡിയാക്കിയെടുക്കുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മളും ഇവിടെ ബീഫ് വരട്ടിയതും പുളിങ്കറിയും ബീട്രൂട്ട് അച്ചാറൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ബീഫിൽ ഞാൻ 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂണ് മുളക് പൊടി, 4 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ 4 പച്ചമുളക്, ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ഒക്കെ എല്ലാം കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തിട്ട് വിറകടുപ്പിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഇനി ഇതിൽ ഉള്ളിയോ തക്കാളിയോ വേറെ ഒന്നും ചേർക്കണില്ല. പുളിങ്കറിയിലേക്കുള്ള ചേനയും കുമ്പളൊക്കെ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടിയും വെള്ളവും ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തൊന്ന് വേവിച്ചെടുക്കുക. അതിൻ്റെ ഒക്കെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തതാണ്. ബീഫൊക്കെ ഇവിടെ കുക്കായി വരുമ്പോഴത്തേന് ഞാൻ ഇനി അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് ബീട്രൂട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ബീട്രൂട്ടൊക്കെ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു സോസ് പാൻ വെക്കുക. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് കടുക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് പൊട്ടി വന്നതിന് ശേഷം പിന്നെ അതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ പോയതിന് ശേഷം പിന്നെ അതിലേക്ക് ഉലുവയും കടുകും വറുത്ത് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതൊക്കെ നല്ലോണം വറവായി വന്നതിന് ശേഷം പിന്നെ അതിലേക്ക് ഞാൻ 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നര ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. അതൊക്കെ നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണ് വിനീഗറും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിച്ച് ഇതിൻ്റെ ഗ്രേവിയൊക്കെ നല്ലോണം തിളച്ച് വരുമ്പോൾ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണ് പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നല്ലോണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ബീട്രൂട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അധികം കുക്കാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കുക്കായതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അടുത്തതായിട്ട് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പുളിങ്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് വറവിട്ടെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കടുകും കറിവേപ്പിലൊക്കെ ചേർത്ത് അത് പൊട്ടി വന്നതിന് ശേഷം പിന്നെ അതിലേക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് അപ്പോൾ പുളിങ്കറി ഇവിടെ റെഡിയായി, അച്ചാറും റെഡിയായി. ഞാൻ അടുത്തതായിട്ട് ചിക്കന് ഒന്ന് മസാല പുരട്ടി വെക്കണം. ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിനുള്ള മസാല ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കായം പുരട്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. ക്യാരറ്റ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് കാണിച്ചതാണ്. അപ്പം നമ്മളെ ഫുഡൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ അന്ന് നമ്മൾ സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കാറ്. ഇപ്പോൾ ഞാനിവിടെ ഉപ്പുമാവാണ് റെഡിയാക്കിയത്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ കഴിഞ്ഞ ശേഷം സേമിയ പായസമാണ് ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ബീഫ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ ഉള്ളി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതൊക്കെ കൂടി ചേർത്തിട്ട് നമ്മൾ ബീഫ് ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കനും ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഭാഗത്തൊക്കെ ഒന്നാമത്തെ പെരുന്നാളിന് നാടൻ ഫുഡുകളൊക്കെയാണ് ഉണ്ടാവാറ്. പിന്നെ രണ്ടാമത്തെ പെരുന്നാളിനാണ് നമ്മൾ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറ്. ഇത് ആണ് സ്പെഷ്യലായിട്ട് മിക്ക വീടുകളിലും ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ
എല്ലാ ദിവസവും പ്ലേറ്റിലൊക്കെ കഴിക്കുകയാണെങ്കിലും ഈ ദിവസം നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് വാഴയിലയിലാണ് കഴിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വാഴയിലൊക്കെ കട്ട് ചെയ്ത് കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കുള്ള ഫുഡൊക്കെ ഇവിടെ വിളമ്പി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ കൊച്ചി ഈദ് വ്ളോഗ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം.